നമ്മുടെ മൈക്രോബയോളജിയിലെ ആദ്യത്തെ ക്ലാസ്സാണിത്. എന്നാൽ കഴിയുന്ന വിധം ഏറ്റവും പരമാവധി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. സോ യൂണിറ്റ് 1 നമ്മൾ ബേസിക്കലി ഈ മൈക്രോബയോളജി നഴ്സിങ്ങുമായിട്ട് എങ്ങനെയൊക്കെ റിലേറ്റഡ് ആണ്. കൂടാതെ തന്നെ പണ്ട് മുതൽ ഹിസ്റ്റോറിക്കലി ഓരോ സയൻറ്റിസ്റ്റുകാരും വന്നിട്ട് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസാണ് മൈക്രോബയോളജിയിൽ കൊടുത്തത് എന്നൊക്കെ പഠിക്കണം. സോ ഇതിൽ യൂണിറ്റ് 1 പഠിക്കാനുള്ള 4 ടോപ്പിക്സാണ്. ഒന്നാമത്തത് ഇമ്പോർട്ടൻസ് ആൻഡ് റെലവൻസ് ഓഫ് നഴ്സിംഗ്, നഴ്സിങ്ങിൻ്റെ റെലവൻസിനെ കുറിച്ച്. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ചരിത്രകാരന്മാർ വന്നപ്പോഴത്തേക്കും ആ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ച്. മൂന്നാമത്തത് ഓരോരോ ടെർമിനോളജീസ്, അതായത് നമ്മൾ മൈക്രോബയോളജിയിൽ കുറച്ച് ടേംസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ആ ടേംസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ മൈക്രോബയോളജിയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന്. ഓക്കെ, ഇതിനകത്തുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ആൻഡ് റെലവൻസ് ഓഫ് മൈക്രോബയോളജി ഇൻ നഴ്സിംഗ്. അതായത് നഴ്സിംഗ് മീൻസ് മൈക്രോബയോളജി പഠിച്ചത് കൊണ്ട് നഴ്സിംഗിൽ എന്താണ് ഉപയോഗം എന്നാണ് പഠിക്കുന്നത്, അഥവാ ദ സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി ഇൻ നഴ്സിംഗ്. നമ്മുടെ നഴ്സിംഗിൽ മൈക്രോബയോളജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അസുഖങ്ങളുമായിട്ട് വരും. ഓക്കെ, ഇന്ന അസുഖങ്ങളുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടർ ചിലപ്പം പ്രിസ്ക്രൈബ് ചെയ്യും, ഇന്ന മരുന്ന് കൊടുക്കുക. അപ്പം നമ്മൾ ഒരു മരുന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചില മരുന്നുകൾ ആൻറ്റിബയോട്ടിക്സുകളായിരിക്കും. അതായത് ബാക്ടീരിയ വരുന്ന സമയത്ത് മീൻസ് ഒരു ബോഡിയിൽ ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയയെ കൊല്ലാൻ വേണ്ടിയുള്ളതാണ് ആൻറ്റിബയോട്ടിക്കുകൾ. അപ്പം ഈ ആൻറ്റിബയോട്ടിക്സ് ഓരോ മൈക്രോ ഓർഗാനിസംസിനും ഓരോന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഒരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന അസുഖത്തിനാണ് ഇന്ന മരുന്ന് കൊടുക്കുന്നതെന്ന്. അപ്പം ഇന്ന ബാക്ടീരിയ ആയിരിക്കും ഇതിന് റെസ്പോൺസിബിൾ എന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റെറൈലായിട്ടുള്ള മീഡിയം വേണം കീപ്പ് ചെയ്യാനായിട്ട്. അതായത് എല്ലാ കാര്യങ്ങളും അത്രയും നീറ്റും ക്ലീനും ആയിരിക്കണം, മൈക്രോ ഓർഗാനിസംസ് വളരാതെ ഇരിക്കണം. അപ്പം വളരാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് എത്ര ഹാംഫുള്ളാണ്, എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം അല്ലേ. അപ്പം അതിൽ ആ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സ്റ്റെറൈലായിട്ടുള്ള മീഡിയം മാത്രമേ കീപ്പ് ചെയ്യത്തുള്ളൂ. അപ്പം മൈക്രോബയോളജി എന്ന് പറയുന്നത് നഴ്സിംഗിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി എന്താണ് മൈക്രോബയോളജി എന്ന് വെച്ചാൽ ബാക്ടീരിയാസിനെയും വൈറസസിനെയും ഫംഗസസിനെയും പാരസൈറ്റ്സിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, ഇനി നമ്മൾ മെഡിക്കൽ മൈക്രോബയോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ മൈക്രോബ്സാണ് നമ്മുടെ ഹ്യൂമൻസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതും ഇൻഫെക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ എന്ത് അസുഖമാണ് അതിലോട്ട് നയിക്കുന്നതെന്നും പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഓരോ അസുഖങ്ങളും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പഠിക്കുന്നുണ്ട്. ദെൻ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. പ്രിവെൻഷൻ എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത്, ദെൻ ഹൈജീനിക് പ്രാക്ടീസസുകൾ ഫോളോ ചെയ്യുന്നത്, ദെൻ ബേസിക്കലി സ്റ്റെറൈലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഓരോ അസുഖങ്ങൾ വരുന്ന സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്യുന്നതും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. സോ നമ്മുടെ പേഴ്സണലി ആയാലും കമ്മ്യൂണിറ്റി ലെവലിലായിരിക്കും ഹൈജീൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു നോളേജ് തരാനായിട്ട് നമുക്ക് മൈക്രോബയോളജി സഹായിക്കും. കൂടാതെ തന്നെ ഹോസ്പിറ്റലിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അസുഖം പ്രിവെൻറ്റ് ചെയ്യുന്ന നമ്മൾ എന്തിനാണ് മൈക്രോബയോളജി പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് മനസ്സിലാക്കാനും ആ അസുഖം വരാതെ ഇരിക്കാനുമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിയാൻ വേണ്ടിയാണ്. ഇനി എന്തിനാണ് ഒരു നഴ്സിംഗിൽ മൈക്രോബയോളജിയുടെ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിൻ്റെ ഹെൽത്ത്
മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ മാനേജ് ചെയ്യാനും ഹോസ്പിറ്റലുകൾ ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നേഴ്സസ് മസ്റ്റ് നോ മൈക്രോബയോളജി ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻസ്. അപ്പം മൈക്രോബയോളജി അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻസിനെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നും അതേപോലെ തന്നെ നമ്മൾ സ്വയം എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി തരും. ഇനി നേഴ്സസ് യൂട്ടിലൈസ് കോൺസെപ്റ്റ് ഓഫ് മൈക്രോബയോളജി, നമ്മുടെ മൈക്രോബയോളജിയുടെ അറിവുകൾ പേഷ്യൻറ്റിൻ്റെ കെയറിനും കൂടാതെ തന്നെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം തന്നെ നമ്മൾ തേർഡ് സെമ്മിൽ ഉള്ള ഒരു പ്രൊസീജിയറാണ് വൂണ്ടിനെ ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നൊരു വൂണ്ട്, ഇപ്പോൾ തന്നെ ഡയബറ്റിക് മെൽറ്റസ് കൊണ്ട് കാലിൽ ഡയബറ്റിക് ഫുട്ട് അൾസർ വന്ന് അപ്പം കാല് മൊത്തവും വ്രണമായി ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുക. അപ്പം നമ്മൾ അതിനെ ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് എ വെരി ഗുഡ് നോളേജ് റിഗാർഡിങ് മൈക്രോബയോളജി. ഇനി നമുക്കൊരു ഇൻഫെക്ഷൻ എങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തത്, ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള നല്ലൊരു നോളേജ് വേണം. ചിലത് നമ്മൾ തൊടുന്ന സമയത്ത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ ഇപ്പം തന്നെ ഇപ്പം നമ്മൾ വൂണ്ട് ഡ്രസ്സ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞില്ലേ, ഈ വൂണ്ട് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്തില്ല, മാസ്ക് യൂസ് ചെയ്തില്ല. ഈ ഗ്ലൗസ് യൂസ് ചെയ്യാതെ കൈകൾ കൊണ്ട് നമ്മൾ നമ്മുടെ ഫേസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ കൈകളിൽ നിന്നും ഫേസിലോട്ട് പോവും. അങ്ങനെ മൗത്തിലോട്ട് ചെന്ന് ബോഡിയുടെ അകത്ത് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മീൻസ് അകത്തോട്ട് പോവും. ഇനി ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസുള്ള ആളുകൾക്ക് ഇപ്പം തന്നെ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് ഈ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഫോമിൽ സ്പ്രെഡ് ആവുന്നത്. ഇപ്പോൾ എയർ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത് ഡെങ്കു ഒക്കെ പറയാം. ദെൻ ഈ ഡ്രോപ്ലെറ്റ്സ് കൊണ്ടുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് പറയാം. അപ്പം ഈ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ ഈ ഡ്രോപ്ലെറ്റ്സ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് പോകാം. ഇനി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്, അത് നമ്മൾ തുറന്ന് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ജസ്റ്റ് തിങ്ക് വേറൊരാൾ എലിമിനേഷനായിട്ട് പോയിരിക്കുമായിരുന്നു. അവിടെ ഈ കുഞ്ഞു ഈച്ചകളും ബാക്കിയുള്ള കുഞ്ഞു ജീവികൾ, പറന്ന് നടക്കുന്ന ജീവികൾ ഈ ഫീസസിൽ പോയിട്ടിരിക്കാം. അപ്പം ഈ ഫീസസിൽ നിന്നുള്ള പാർട്ടിക്കിൾസ് നമ്മൾ തുറന്നു വെച്ചേക്കുന്ന ഫുഡിൻ്റെ മുകളിലോട്ട് പോയിരുന്നിട്ട് അവിടെ ചിലപ്പം ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാം, ഫുഡ് ബോൺ ഡിസീസസുകളുണ്ടാകും. കാരണം ഓൾറെഡി ഫുഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇനി അടുത്തത് സെക്ഷൽ കോണ്ടാക്റ്റ് എന്ന സമയത്ത് ഇപ്പോൾ ഫീമെയിലാണെങ്കിലും മെയിലിനാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസുകളുണ്ടെങ്കിൽ അവരുടെ ജെനിറ്റൽ പാർട്ടിലൂടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ HIV പറയാം, നമ്മൾ എയ്ഡ്സിൻ്റെ രോഗം പറയുന്നില്ലേ, സിഫിലിസ്, ഗൊണോറിയ, ഇതെല്ലാം ജെനിറ്റലായിട്ടുള്ള ഡിസീസുകളാണ്, മീൻസ് സെക്ഷലി കോണ്ടാക്റ്റ് ഡിസീസുകളാണ്. ഇനി ബൈ ആർത്രോപോഡ് ബൈറ്റ്, വെക്റ്റർ ബോൺ, ഇപ്പം തന്നെ ഒരു വ്യക്തിയിൽ അവർക്കിപ്പം നമ്മൾ ഈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസിൻ്റെ കാര്യമൊക്കെ അറിയില്ലേ. അപ്പം ഒരാൾക്കൊരു അസുഖമുണ്ട്, ഈ അസുഖമുള്ള ഒരു വ്യക്തിയെ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യുമ്പം ആ അസുഖം മറ്റേ ആൾക്ക് പോവും. ഓക്കെ, ദെൻ ആൻഡ് അതേഴ്സ് ബൈ കണ്ടാമിനേറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇപ്പം നമ്മളിപ്പം ഒരാൾക്കൊരു അസുഖമുണ്ട്, ആ ഒരു അസുഖമുള്ളൊരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന അസുഖം മറ്റ് വ്യക്തികളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. വൺസ് ചെക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അത്രത്തോളം പ്രശ്നമില്ല. സോ നമ്മൾ എങ്ങനെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കണം. കോണ്ടാക്റ്റിലൂടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലാവുമ്പോഴോ വെക്റ്റർ ബോൺ ആയിട്ട്, എയർ ബോൺ ആയിട്ട്, വാട്ടർ ബോൺ, നമ്മൾ ഈ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഫോമിൽ അത് സ്നീസിങ് ആയിരിക്കാം, കഫായിരിക്കാം, ഓക്കെ, സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കാം. ദെൻ കണ്ടാമിനേറ്റഡ് ഫുഡ്, കണ്ടാമിനേറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്.
Then the knowledge would help a nurse to look for a specific spread of infection. ഇപ്പം തന്നെ നമ്മുടെ അടുത്ത് ഒരു ഡെങ്കു പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തി നിൽക്കുവാണ്. അപ്പം നമ്മളെന്തുമായിരിക്കും അയാൾ ചെയ്യാൻ പോകുന്നത്? വൈറ്റൽസ് ചെക്ക് ചെയ്യാം, ബ്ലഡ് കളക്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും ബ്ലഡ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് അവർക്ക് എന്താണ് പ്രശ്നമെന്ന് നോക്കിയിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പം നമുക്ക് ഡെങ്കു ഉള്ള പേഷ്യൻ്റാണ്, അപ്പം നമ്മൾ കുറച്ചും കൂടി ഒന്ന് പ്രിക്കോഷൻ എടുക്കും. ഓക്കെ, അപ്പം ഓരോ അസുഖവും എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതിനനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ, അപ്പം അവർ അല്ലെങ്കിൽ പ്രഗ്നൻസി പോട്ടെ പീരീഡ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പണ്ടുള്ള കാലത്ത് നമ്മൾ വേറൊരു റൂമിൽ പൂട്ടിയിടാറുണ്ടായിരുന്നു. അപ്പം അന്നത്തെ ആളുകൾ കൺസിഡർ ചെയ്തത് ഇതൊരു അസുഖമാണെന്നും ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് ആസ് എ നേഴ്സ് നമുക്കറിയാം അത് സ്പ്രെഡ് ചെയ്യുന്നൊരു അസുഖം അല്ല. പക്ഷേ ഈ നമ്മുടെ ഈ പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈജീനിക് പ്രാക്ടീസുകൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആസ് പേഴ്സണലി പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. മീൻസ് ഹൈജീനിക് പ്രാക്ടീസ് ഫോളോ ചെയ്തില്ലെങ്കിൽ. പക്ഷേ വേറെ വീട്ടിലുള്ള മറ്റ് വ്യക്തികൾക്ക് അതുകൊണ്ട് സ്പ്രെഡൊന്നും ആവുന്നില്ല. അപ്പോൾ ആസ് എ നേഴ്സ് നിങ്ങൾക്കറിയാം ഓരോ അസുഖങ്ങൾ, ഇപ്പോൾ ഇതൊരു അസുഖമല്ല എങ്കിൽ പോലും ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളൊരു നോളേജ് നിങ്ങളെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും. If a nurse know how the disease producing organism enter into the body, how they are discharged from the body, എങ്ങനെയാണ് ഒരു ഓർഗാനിസം നമ്മുടെ ബോഡിയിലോട്ട് കയറുന്നത്, എങ്ങനെയാണ് ഒരു ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്, എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളയൊക്കെ ഒരു നോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലയൻസിന് അവയർനെസ് കൊടുക്കാനും പറ്റും, എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റും നടത്താനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ സേവ് ചെയ്യാനും കൂടാതെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു സ്റ്റെറൈൽ ഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നാണ്. ഒന്നാമത്തേത്, നമ്മൾ ഏതൊരു പ്രൊസീജിയർ ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഒരു സ്റ്റെറൈലുള്ള മീഡിയം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ അത്രമാത്രം സ്റ്റെറൈലായ റീജിയനാണ്. അപ്പം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻസിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻസ് ഉണ്ട്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സോ വി ഹാവ് ടു അവോയ്ഡ് ഇറ്റ്. അടുത്തയാണ് പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് വാഷിങ്. ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മൈക്രോബയോളജിയുടെ നോളേജ്, പ്രോപ്പറായിട്ടുള്ള സ്റ്റെറൈലായ എക്യുപ്മെൻറ്റ്സ് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത്, അതായത് പേഷ്യൻ്റ് എന്തെങ്കിലും ഇപ്പം സർജറി ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അല്ലേ. ഇപ്പം എക്സ്റേ എടുക്കുകയെന്ന് വെച്ചാൽ അതൊരു നോൺ ഇൻവേസീവ് പ്രൊസീജിയറാണ്, പുറമേ നിന്നുള്ളൊരു പ്രൊസീജിയറാണ്. മീൻസ് എന്തെങ്കിലും നമ്മൾ കീറി മുറിച്ച് അങ്ങനത്തെ ഒരു പ്രൊസീജിയറിനെയാണ് വിളിക്കുന്നത്, ഇൻവേസീവ് പ്രൊസീജിയറാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ എപ്പോഴും അസെപ്സിസ് മീഡിയം കീപ്പ് ചെയ്യണം ത്രൂ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ്. ഇനി ദ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. പ്രോപ്പറായിട്ട് നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് സ്പെസിമെൻസ് കളക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ സ്പെസിമെൻസ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സാഹചര്യം പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഈ ബ്ലഡ് എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ നമുക്ക് സ്പ്രെഡ് ചെയ്യില്ല. ആ ബ്ലഡിലുണ്ടാകുന്ന മൈക്രോ ഓർഗാനിസംസ് നമുക്ക് അസുഖം ഉണ്ടാക്കാം.
സോ ഓരോ അസുഖങ്ങൾ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അതിൻ്റെ റൂട്ട് ഓഫ് ഇൻഫെക്ഷൻസ്, അതൊക്കെ നമ്മൾ വളരെ ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ. പിന്നെ ഈ ബ്ലഡ്, സ്റ്റൂള്, അതിൻ്റെ ക്ലിനിക്കൽ സ്പെസിമെൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള സൈറ്റ്, അത് എങ്ങനെ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു നല്ലൊരു നോളേജ് ഉണ്ടായിരിക്കണം. ഇനി ടു ഇംപ്ലിമെൻറ്റ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഇൻ ഹോസ്പിറ്റൽ. നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളൊരു വാക്സിനേഷൻ ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ഇത് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ നഴ്സുമാർ ഇമ്മ്യൂണൈസേഷനിൽ ഏറ്റവും നല്ലൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഇത് ഡിഫ്തീരിയ, മീസിൽസ്, റുബല്ല, നമ്മൾ ഈ MMR വാക്സിനൊക്കെ എടുക്കത്തില്ലേ, പിന്നെ കുറേ ടൈപ്പ് വാക്സിൻസ് ഉണ്ട്. MMR, നമ്മൾ ഈ TT ഒക്കെ എടുക്കുന്നത് തന്നെ ടെറ്റനസ്, ഈ പറയുന്ന ഡിഫ്തീരിയ, മീസൽസ് എന്നൊക്കെ വെച്ചാൽ എന്താണെന്നറിയാമോ, ഈ പൊതുവെ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഉരു പോലെ ദേഹത്തൊക്കെ വരും. 5 വയസ്സിന് താഴെ കൂടുതൽ കാണുന്നത്, അതിന് മുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ടുള്ള ചാൻസ് കുറയും. ഓക്കെ. ആൻഡ് ഓൾസോ വി ഹാവ് ടു ബി വെരി ഫെമിലിയർ വിത്ത് ന്യൂമറസ് ആൻറ്റിസെറാൻഡ് വാക്സിൻസ്. അപ്പം ഇങ്ങനെ വാക്സിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, മീൻസ് വരാതെ ഇരിക്കാനുള്ള ചാൻസസ് നല്ല രീതിയിൽ കുറയും. വൺസ് അസുഖം വന്നു കഴിഞ്ഞാൽ അത് സിവിയറായിട്ട് നമ്മളെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓരോ അസുഖങ്ങൾക്കും എന്താണ് വാക്സിനേഷൻ ഷെഡ്യൂൾ എന്നും കോൾഡ് ചെയിനെ കുറിച്ച് ആൻഡ് ദ കോൾഡ് ചെയിൻ യൂസ്ഡ് ടു ട്രാൻസ്ഫർ വാക്സിൻ ഫ്രം ദ പ്രൊഡക്ഷൻ ടു അഡ്മിനിസ്ട്രേഷൻ. അപ്പം ഇത് ഉണ്ടാക്കിയെടുത്ത മുതൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ഏരിയ വരെ ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ വാക്സിനേഷനൊക്കെ നല്ല രീതിയിലൊരു കണക്കുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞു, മീൻസ് അവിടുത്തെ നഴ്സുമാർ പറഞ്ഞു തരും. ഇപ്പം ഈ ഇന്ന വാക്സിൻ എടുക്കുന്ന സമയം നമ്മളവിടെ കുറിച്ച് വെക്കണം. കാരണം ഓരോ വാക്സിൻസിനും കൊടുക്കുന്നതിന് ഒരു കണക്കുണ്ട്. ഇത്രയും പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി ദ റോൾ ഓഫ് നേഴ്സ് ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. പല യൂണിറ്റ്സിലും നേഴ്സിൻ്റെ റോള് പലതാണ്. നമ്മൾ വാർഡിൽ നഴ്സുമാരെ കാണാറുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ കാണാറുണ്ട്, പിന്നെ കുഞ്ഞുങ്ങളുടെ ഏരിയയിൽ കാണുന്നുണ്ട്. സോ ഓരോ ഇടത്തും നഴ്സുമാർ ഓരോ രീതിയിലാണ് അവരുടെ റോള് പെർഫോം ചെയ്യുന്നത്. ഒന്നാമത്തെ ഒരു ഏരിയയാണ് ബേൺസ് യൂണിറ്റ്. ഇപ്പോൾ പൊള്ളലായിട്ടുള്ള ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു പൊള്ളലായിട്ടുള്ള ഏരിയയിൽ ഇപ്പം ആദ്യത്തെ കുറച്ച് സമയം അത്രത്തോളം ഇൻഫെക്ഷൻ ഒന്നും കാണത്തില്ല. കാരണം പൊള്ളലേറ്റ ഉടനെ അത് ശരിക്കും സ്റ്റെറൈലാണ്. മൈക്രോ ഓർഗാനിസംസും വന്ന് വളർന്നാണ് എന്ത് പറ്റുന്നത്, ഇത് ഇൻഫെക്ഷനിലോട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇവിടെ അസെപ്റ്റിക് ടെക്നിക്സ് മാത്രമല്ല, ഷീ ഷുഡ് ഓൾസോ ബി സ്റ്റെറൈലായ എക്യുപ്മെൻസും യൂസ് ചെയ്തിരിക്കണം. ഇനി അടുത്തയാണ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ ഞാൻ പറഞ്ഞു വളരെ ക്ലീനായിട്ടുള്ള വളരെ സ്റ്റെറൈലായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ് കംപ്ലീറ്റ്ലി തന്നെ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം എന്തോ, ഒന്നാമത് പേഷ്യൻ്റ് ഇമ്മ്യൂൺ സിസ്റ്റം കുറവാണ്, ചെറിയ രീതിയിൽ മൈക്രോ ഓർഗാനിസംസ് വന്നാൽ പോലും പെട്ടെന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കും, അതവർക്ക് പ്രശ്നം ഉണ്ടാക്കും, പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂമിഗേഷൻ ചെയ്യണം. ഈ ഫ്യൂമിഗേഷൻ എന്ന ടേം നമ്മൾ ഈ കോവിഡ് ടൈമിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. OT തിയേറ്ററിൽ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഒക്കെ നോക്കണം ബൈ കൾച്ചറിങ് സാബ്. ഇപ്പം ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു സ്വാബിൽ ഒരു സ്ഥലത്ത് നോക്കി, അതേ റൂമിൽ വേറെ സ്ഥലത്ത് വെച്ച് നോക്കി. ഇതിൻ്റെ ഓരോ എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാം ഒരു സെറ്റ് പോയിൻ്റ് പറയും, അതിന് താഴെ ആയിരിക്കണം ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ അളവെന്നാണ്. ഓക്കെ. അപ്പോൾ എപ്പോഴും നഴ്സുമാർ സ്റ്റെറൈലായിട്ടുള്ള കണ്ടീഷൻ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാവുള്ളൂ. അടുത്തയാണ് ഒബ്സ്ട്രിക്കൽ ഏരിയ. ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം അല്ലെങ്കിൽ അബോർഷന് ശേഷം മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ബർത്ത് കനാലിൽ നിന്നും അവിടെ മുറിവുണ്ടാവുകയല്ലേ ചെയ്യുന്നത്.
അപ്പം അങ്ങനെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളും ഉണ്ട് ഫ്രം വൂണ്ട് ഇൻഫെക്ഷൻ. ഓക്കെ, ഇനി നമ്മുടെ നഴ്സുമാർ ഡെലിവറിയുടെ സമയത്ത് ദ നഴ്സസ് പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ നേറ്റൽ കെയർ. അതായത് ഡെലിവറിയുടെ സമയത്തും അതേപോലെ തന്നെ ആഫ്റ്റർ ഗിവിങ് ബർത്ത് ഫോർ 6 weeks പീരീഡ്, ജനിച്ച സമയത്തും അതിന് ശേഷം ഒരു 6 weeksഉം വളരെ എന്താണ് അവർ ആ ഒരു പീരീഡിൽ നഴ്സുമാർക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ സോ സോറി ഫോർ ദാറ്റ്. ആൻഡ് അപ്പം നഴ്സുമാർ ഷീ ഷുഡ് ഓൺലി ഫോളോ അസെപ്റ്റിക് ടെക്നിക്സ് മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ. ഇന്റൻസ് കെയർ നഴ്സറി എന്ന് പറയുന്നത് ഇവിടെ ആവശ്യത്തിന് നല്ല നോളേജുള്ള ആളുകളെ മാത്രമേ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ മാത്രമേ എംപ്ലോയ് ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെയാണ് ഇൻക്യുബേറ്റേഴ്സും ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിങ്ങും എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷനും റെസ്പിറേറ്ററി ആൻഡ് അംബിലിക്കൽ കത്തീറ്റേഴ്സൊക്കെ ആവശ്യമുള്ള കുഞ്ഞുങ്ങളെ കിടത്തുന്ന ഏരിയ. കാരണം കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള കാറ്റഗറിയാണ്. അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കെയർ കൊടുത്തില്ല, സ്റ്റെറൈൽ അല്ലെ മീഡിയം കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അസുഖം വന്ന് പെട്ടെന്ന് ഡെത്തിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദ നഴ്സസ് മസ്റ്റ് കീപ്പ് എ ചെക്ക് ടു മെയിൻറ്റെയിൻ സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയർ ഇൻ ദിസ് ഇന്റൻസ് കെയർ നഴ്സറി. അപ്പോൾ ഈ സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയർ അവർ കീപ്പ് ചെയ്തിരിക്കണം. ഇനി സെൻട്രൽ സ്റ്റെറിലൈസേഷൻ യൂണിറ്റ് ഓർ CSSU എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും ഇൻ എ ഹോസ്പിറ്റൽ മസ്റ്റ് വർക്ക്സ് efficiently so that the proper sterile conditions are maintained in a health care service. ദ നേഴ്സസിന് നല്ല രീതിയിലുള്ള നോളേജ് നമ്മുടെ സ്റ്റെറിലൈസേഷൻ മെത്തേഡിനെ കുറിച്ചും അതേപോലെ സ്റ്റെറിലൈസേഷൻ കൺട്രോളിനെ കുറിച്ചും ഉണ്ടായിരിക്കണം. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്നും എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹെൽത്ത് ഹസാർഡ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് മൈക്രോബയോളജിയുടെ ഹിസ്റ്ററിയെക്കുറിച്ച്. അത് പണ്ടുകാലം മുതൽ ഇപ്പം വരെ ഓരോ സയൻറ്റിസ്റ്റുമാർ വരികയും അവർ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് കണ്ടെത്തുകയും വാക്സിനേഷനുകളെ കുറിച്ച് കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് 1676 ആൻറ്റൺ വാൻ ലീവൻഹുക്കാണ് മൈക്രോസ്കോപ്പ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഇന്നത്തെ പോലെ അത്രയും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ പോലും അന്നത്തെ ലെൻസ്, അന്നത്തെ ഒരു സംവിധാനം വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇനി ഒരു 1796 ആയപ്പോൾ ഇപ്പോൾ നോക്കുക, ഇവിടെ 1676 ആണല്ലേ, ഒരു 6+1 അപ്പോൾ 7 7+2 എത്ര, 9. അപ്പം 120 വർഷത്തിന് ശേഷമാണ് എഡ്വേർഡ് ജെന്നർ സ്മോൾ പോക്സ് വാക്സിനേഷനെ കുറിച്ച് കണ്ടെത്തിയത്. ആൻഡ് യൂസിങ് കൗ പോക്സ് ടു സക്സസ്ഫുള്ളി ഇമ്മ്യൂണൈസ് എ ചൈൽഡ് അഗെയിൻസ്റ്റ് സ്മോൾ പോക്സിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടെത്തിയതാരാ? എഡ്വേർഡ് ജെന്നറാണ്. ഇനി 1857 ഇവിടെ നിന്നൊരു +1 ഇവിടെ കൊടുക്കുക. അപ്പോൾ 1857 ലൂയിസ് പാസ്റ്ററാണ് ഒരുപാട് വാക്സിനേഷനുകളെ കുറിച്ച് കണ്ടെത്തിയത്. ആന്ത്രാക്സ്, ഫൗൾ കോളറ, റാബീസ്, കൂടാതെ തന്നെ ആസ് വെൽ ആസ് പാസ്ചറൈസേഷൻ ഫോർ ഫുഡ് പ്രിസർവേഷൻ. ഇനി 1867 ആയപ്പം, അതായത് ആൻറ്റൺ വോൺ ലീവൻഹുക്ക് 1676 കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡബിൾ 200, ഒരു 6ൽ നിന്ന് 2 കൂട്ടി എത്രയാണ്? 8. പിന്നെ 76 ആണെങ്കിൽ ഇവിടെ 67 ആണ്. 76 67 ഏകദേശം ഒരു 200 വർഷത്തിന് ശേഷം 1676 ഓർത്ത് വയ്ക്കുക. അടുത്ത് ആൻറ്റൺ വോൺ ലീവൻഹുക്ക് 1676 ആണെങ്കിൽ എഡ്വേർഡ് ജെന്നർ 1796 ആണ്. ലൂയിസ് പാസ്റ്റർ 1857 ആണ്. ജോസഫ് ലിസ്റ്റർ 1867 ആണ്. ജോസഫ് ലിസ്റ്ററിനെയാണ് നമ്മൾ ആൻറ്റിസെപ്റ്റിക് സർജറിയുടെ ഫാദർ എന്ന് വിളിക്കുന്നത്. കാരണം
നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു വ്യക്തി ഉപയോഗിച്ചിട്ട് അടുത്ത വ്യക്തി ഉപയോഗിക്കുന്നതിന് മുമ്പ് വാഷ് ചെയ്യണമല്ലോ. വെറുതെ കഴുകിക്കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ഒന്നും പോത്തില്ല. അവിടെ നമ്മൾ ഫീനോൾ, അതായത് ഡൈല്യൂട്ടഡ് കാർബോളിക് ആസിഡാണ് വൂണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. അന്ന് ഫീനോളൊന്നും പേരില്ലായിരുന്നു. കാർബോളിക് ആസിഡ്, ആ ഒരു ആസിഡ് യൂസ് ചെയ്തിട്ടാണ് കഴുകിയിരുന്നത്. പിന്നെ 1876 ഇതിപ്പം ഉണ്ട് കറക്റ്റ് ആ ഒരു 200 വർഷം, 1876 മുതൽ 1884 വരെ, അതായത് ഏകദേശം 8 വർഷത്തിനിടയ്ക്കാണ് റോബർട്ട് കോച്ച് അദ്ദേഹത്തിൻ്റെ റോബർട്ട് കോച്ച് അദ്ദേഹം പോസ്റ്റുലേറ്റ്സ് കൊണ്ടുവന്നത്. ദെൻ ഒരു ബാക്ടീരിയയെ പ്യുവർ കൾച്ചറിൽ ഐസൊലേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ള സയൻറ്റിസ്റ്റാണ് റോബർട്ട് കോച്ച്. ആൻഡ് ഇത് ജേം തിയറിക്കുള്ളൊരു ഗേവ് റൈസ് ടു ജേം തിയറി. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റ്സിനെ വിളിക്കുന്ന പേരാണ് കോച്ച് പോസ്റ്റുലേറ്റ്സ്. സോ നമ്മൾ പറഞ്ഞു വന്നത് അടുത്തയാണ് ക്രിസ്ത്യൻ ഗ്രാമിൻ്റെ ഗ്രാം സ്റ്റെയിനെ കുറിച്ച്. കണ്ടെത്തിയത് 1884 ആണ്. അതായത് പണ്ടത്തെ കാലത്ത് മൈക്രോ ഓർഗാനിസംസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. എല്ലാം മൈക്രോ ഓർഗാനിസംസിനെ കണ്ടെത്താനായിട്ട് മൈക്രോസ്കോപ്പ് ഹെൽപ്പ് ചെയ്തു. മൈക്രോസ്കോപ്പ് നമ്മൾ ആരുടെ പേരൊക്കെ ഇത്രയും നേരം പഠിച്ചത്? ആൻ്റൺ വോൺ ലീവൻ ഹുക്കിനെ കുറിച്ച് പറഞ്ഞു, ലൂയിസ് പാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു, റോബർട്ട് കോച്ചിനെ കുറിച്ച് പറഞ്ഞു, ജോസഫ് ലിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ആൻ്റൺ വാൻ ലീവൻ ഹുക്കൊക്കെ, പിന്നെ ലൂയിസ് പാസ്റ്ററും പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ആൻ്റൺ വാൻ ലീവൻ ഹുക്ക് മൈക്രോസ്കോപ്പ് കണ്ടെത്തിയെങ്കിലും ഈ ബാസിലസും റോഡും മീൻസ് ഇതൊക്കെ ബാക്ടീരിയകളുടെ ഷേപ്പാണ് കേട്ടോ. അപ്പം ഇന്ന ബാക്ടീരിയകൾ ഉണ്ട് എന്നറിയാം, പക്ഷേ മീൻസ് ഇപ്പം തന്നെ റൗണ്ട് പോലെ ഇരിക്കുന്ന കുറേ ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അതിലേതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സ്റ്റെയിനിങ്, അതായത് കളർ കൊടുക്കുന്നത് കൊണ്ടുവന്നത് ക്രിസ്ത്യൻ ഗ്രാമാണ്. ഇനി നമുക്കറിയാം, ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബോഡിയിൽ ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ കൊല്ലാനായിട്ട് സഹായിക്കുന്നതാണ് ആൻറ്റിബയോട്ടിക്കുകൾ. അപ്പം ചില ആളുകൾക്ക് നല്ല രീതിയിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെൻസിലിൻ ജി ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഓക്കെ അങ്ങനെ നമ്മൾ പെൻസിലിൻ ജി ആണ് അവർക്ക് കൊടുക്കുന്നത്. ദെൻ അടുത്ത ആളാണ് വാൾട്ടർ ഗിൽബർട്ടും ഫ്രെഡറിക് സാഗറും. ഇവരാണ് DNA സീക്വൻസിങ് ഡെവലപ്പ് ചെയ്തത്. കൂടാതെ തന്നെ കോസസ് എ റാപ്പിഡ് ചേഞ്ച് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വാക്സിൻസ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്. സോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻഡ് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞത് ഇമ്പോർട്ടൻസ് ആൻഡ് റെലവൻസ് ടു നഴ്സിംഗ് ആണ്. നഴ്സിംഗിൽ മൈക്രോബയോളജിയുടെ റെലവൻസ് എന്താണെന്ന്, പിന്നെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ആരൊക്കെയാണ് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് റോബർട്ട് കോച്ചിൻ്റെ പോസ്റ്റുലേറ്റ്സ്, നമ്മൾ എന്താണ് ആ പോസ്റ്റുലേറ്റുകളെന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ ഓരോരുത്തരുടെയും അവരുടെ ഡിസ്കവറിയെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടും കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ അബൌട്ട് മൈക്രോബയോളജിയുടെ റെലവൻസിനെ കുറിച്ച് പറയുമ്പോൾ, മൈക്രോബയോളജി അസുഖങ്ങൾ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഏതാണ് ഓർഗാനിസംസ്, ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരാതെ ഇരിക്കാനും വരുന്നതിനെ മാനേജ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. കോണ്ടാക്റ്റിലൂടെയും, എയർ ബോണ്, വെക്ടർ ബോണ്, ജെനിറ്റൽ ഏരിയാസിലൂടെ, സെക്ഷൽ കോണ്ടാക്റ്റ് വഴി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത് വഴിയെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി അസുഖങ്ങൾ എങ്ങനെ സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാമെന്ന് നമ്മൾ പഠിക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഹാൻഡ് വാഷിംഗ് മെത്തേഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ അസുഖങ്ങൾ സ്പ്രെഡ് ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പ്രോപ്പറായിട്ടുള്ള സ്റ്റെറൈൽ എക്യുപ്മെൻറ്റ്സും സ്റ്റെറൈലായിട്ടുള്ള ടെക്നിക്സും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എവിടെ നിന്നാണ് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം.
അടുത്തയാണ് ഓരോരോ വാക്സിൻസിനെ കുറിച്ച് നഴ്സുമാർ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ഡോസ് കൃത്യം സമയത്ത് ഡോസ് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കൂടാതെ തന്നെ കോൾഡ് ചെയിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതായത് പ്രൊഡക്ഷൻ മുതൽ അഡ്മിനിസ്ട്രേഷൻ വരെയുള്ള സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. പിന്നെ ഓരോ യൂണിറ്റുകളിലും നഴ്സുമാരെങ്ങനെയാണ്, അവരുടെ റോൾ എന്തൊക്കെയാണ്, ബേൺസ് യൂണിറ്റ് നമ്മൾ പൊള്ളലേൽക്കുന്ന യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന സമയത്ത്, പിന്നെ ഈ ഡെലിവറിയുടെ ആ ഒരു ഏരിയയിൽ ഒബ്സ്ട്രിക് യൂണിറ്റിൽ എന്താണ്, പിന്നെ കുഞ്ഞുങ്ങളുടെ എല്ലാം ആൻറ്റിനേറ്റൽ യൂണിറ്റിൽ എങ്ങനെയാണ്, ഒരു ഇൻഫൻറ്റിൻ്റെ റീജിയൻസിൽ, ഇൻറ്റൻസ് കെയർ നഴ്സറിയിൽ എങ്ങനെയാണ്, സെൻട്രൽ സ്റ്റെറിലൈസേഷൻ യൂണിറ്റിൽ എന്താണെന്ന് പഠിക്കണം. പിന്നെ നമ്മൾ പോകുന്നതാണ് ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവിൽ ഓരോ സയൻറ്റിസ്റ്റുമാർ എന്തൊക്കെ ചെയ്തു എന്ന് പറയണം. അപ്പോൾ ജസ്റ്റ് പേരും വർഷമാണ് നമ്മൾ പറഞ്ഞത്. 1676 ആൻറ്റൺ വാൻ ലീവൻഹുക്ക് വന്നു. 1796 എഡ്വേർഡ് ജെന്നർ, 1857 ലൂയിസ് പാസ്റ്റർ, ദെൻ 1867 ജോസഫ് ലിസ്റ്റർ, ദെൻ റോബർട്ട് കോച്ചിനെ കുറിച്ച് പറഞ്ഞു. അടുത്തയാണ് നമ്മുടെ ഹാൻസ് ക്രിസ്റ്റ്യൻ ഗുറാം, ദെൻ അലക്സാണ്ടർ ഫ്ലെമിംഗ്, വാൾട്ടർ ഗിൽബർട്ട് ആൻഡ് ഫ്രെഡറിക് സാഗർ. സോ ഇതിത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം മുതൽ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യും. എന്നിട്ട് 2-3 ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചോദിക്കാം. സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. പിന്നെ ചില ടേംസുകൾ ഇപ്പം തന്നെ ലൂയിസ് പാസ്റ്റർ, ആൻറ്റൺ വാൻ ലീവൻഹുക്ക്, ഈ സ്പെല്ലിങ്ങുകൾ നമുക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് 2-3 തവണ എഴുതി നോക്കുക. സോ ഐ ഹോപ്പ് ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. See you in the next video.